ടിഷ്യൂ പേപ്പർ മേക്കിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നും ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നും ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് കമ്പനി രജിസ്റ്റർ ചെയ്യണം, GST എടുത്തിരിക്കണം, നിങ്ങൾക്കൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, 600 സ്ക്വയർ ഫീറ്റിൻ്റെ ലാൻഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു സ്കിൽഡോ അൺസ്കിൽഡോ ആയിട്ടുള്ള 3 ലേബേഴ്സ് ഉണ്ടായിരിക്കണം. ഇതിനൊരു മെഷീൻ ആവശ്യമാണ്. ഈ മെഷീൻ വാങ്ങുന്നിടത്ത് തന്നെ നിങ്ങൾക്കത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു തരും. ഇതിനുവേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജംബോ റോളാണ്. ഇത് 50 രൂപ മുതൽ 90 രൂപ വരെ കിലോയ്ക്ക് ലഭ്യമാണ്. ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾക്കത് വാങ്ങാൻ കിട്ടും. മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്കത് പാക്ക് ചെയ്യാൻ 50-100 ആയിട്ടൊക്കെ നിങ്ങൾക്കത് കവറിൽ പാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മെഷീൻ 3 ടൈപ്പ് മെഷീൻ അവൈലബിൾ ആണ്. അത് പല റേറ്റിലുള്ളതാണ്. 3,50,000 ഒരു മെഷീനുണ്ട്. അപ്പോൾ ഇതിൽ വൈറ്റ് പേപ്പർ മാത്രമായിരിക്കും കിട്ടുന്നത്, അതിൽ പ്രിൻറ്റിംഗ് ഉണ്ടായിരിക്കില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ കമ്പനി നെയിമൊക്കെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4,50,000 രൂപയ്ക്ക് ഒരു മെഷീൻ അവൈലബിൾ ആണ്. ഇനി ഡബിൾ സൈഡിൽ കമ്പനി നെയിം പ്രിൻറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ആവശ്യമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ 5,50,000 രൂപയ്ക്ക് ഒരു മെഷീൻ അവൈലബിൾ ആണ്. ഇങ്ങനെ 3 ടൈപ്പ് മെഷീനുകളാണുള്ളത്. നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചുള്ള മെഷീൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് മിനിമം 3,50,000 രൂപ ആവശ്യമായിട്ട് വരും. കാരണം എൻ്റെ മെഷീൻ വാങ്ങുന്നതിന് നിങ്ങൾ വലിയ രീതിയിലൊക്കെയാണ് ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ഓട്ടോമാറ്റിക് മെഷീനൊക്കെയാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് എന്നുണ്ടെങ്കിൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള മെഷീനുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരില്ല. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ്, പ്രൊമോഷനും റോ മെറ്റീരിയൽസിനുമാണ് പൈസ ചിലവുണ്ടാകുന്നത്. നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ലാഭം ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റിംഗ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു ബിസിനസ്സിൻ്റെ ലാഭം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55 രൂപ മുതൽ 90 രൂപ വരെ നിരക്കിൽ 1 കിലോയ്ക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽ ലഭ്യമാണ്. നിങ്ങൾക്ക് 1 കിലോയിൽ 650 പീസ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. 100 പീസ് ഉണ്ടാക്കാൻ 10 രൂപയ്ക്ക് അകത്താണ് ചിലവാകുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്ന റേറ്റിൽ നിന്നും കുറച്ചുകൂടി കുറഞ്ഞ റേറ്റിൽ വേണം അത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു MRP ഇട്ട് നിങ്ങൾക്ക് ലാഭമൊക്കെ കുറച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു MRP ഒക്കെ ഇട്ട് നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഹോൾസെയിലിനെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13 രൂപ 50 പൈസ നിരക്കിലോ 14 രൂപയ്ക്കോ ഒക്കെ അത് സെയിൽ ചെയ്യാം. ഇപ്പോൾ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് അല്ല, വളരെ കുറഞ്ഞ ഒരു പ്രോഫിറ്റാണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ലാഭമായിരിക്കും അതിൽ കിട്ടുന്നത്. ഒരു പാക്ക് വെക്കുമ്പോൾ 2 രൂപയോ 3 രൂപയോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്കതിൽ ഹോൾസെയിൽ റേറ്റിൽ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ട്. റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ലേബറിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലാഭം ഇതിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് ലേബേഴ്സ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ബിസിനസ് കൂടിയാണിത്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ ഒരു കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കോമ്പറ്റീഷനുള്ള ഒരു ബിസിനസ്സാണ്. കാരണം ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ നിലവിലിപ്പോൾ ഉണ്ട്. ഗുജറാത്തിലേക്ക് ഇതിൻ്റെ നിർമ്മാണം വളരെ അധികമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് മെഷീനുകളെല്ലാം വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും മെഷീൻ വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചിലവുകളൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഷോപ്പുകളിലേക്ക് നിങ്ങളത് കൃത്യസമയത്ത് തന്നെ ഡെലിവറി ചെയ്യണം. ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. ഇത് നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആരംഭിക്കാം. ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. ഇതുപോലെയുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ പങ്കിടുന്നത്. മറ്റുള്ള വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണാതിരിക്കും. ഗുഡ് ബൈ.